പരിശുദ്ധ മോറോൻ കൂദാശയ്ക്ക് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. അതിൻ്റെ ആദ്യ ഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. പരിശുദ്ധ തൈലത്തിൻ്റെ തയ്യാറാക്കലിൻ്റെ ഔദ്യോഗികവും കൗദാശികവുമായ പൂർത്തീകരണമാണ് ഒന്നാമത്തെ ഭാഗം. അതിനായി രണ്ട് പാത്രങ്ങളിലായി വെച്ചിരിക്കുന്ന തൈലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുവാനായി പരിശുദ്ധ പിതാവും ശ്രേഷ്ഠ നീക്ത കാതോലിക്ക ബാബ തിരുമേനിയും അഭിമന്യ സക്കറിയാസ് മാർ അന്തോണിയോസ് മെത്രാപ്പൊലീത്തായും അഭിമന്യ മാത്യൂസ് മാർ സെവേറിയോസ് മെത്രാപ്പൊലീത്തായും വെസ്റ്റ് കാസോ എന്ന് പറയുന്ന ത്രോണോസിന്റെ വടക്കു ഭാഗത്ത് ക്രമീകരിച്ചിരിക്കുന്ന നിക്ഷേപ ഗ്രഹത്തിലേക്ക് പ്രവേശിച്ച് രണ്ട് തൈലങ്ങളും തമ്മിൽ യോജിപ്പിക്കുകയാണ്. ദീർഘകാലത്തെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും പ്രത്യേകമായ തയ്യാറെടുക്കലിന്റെയും ഭാഗമായി സൈറ്റിൽ സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത് തയ്യാറാക്കിയ തൈലവും ബാൽസാമൂൻ എന്ന സുഗന്ധ തൈലവും തമ്മിൽ യോജിപ്പിക്കുന്ന സുപ്രധാനമായ കർമ്മമാണിത്. ഇതാ മനുഷ്യരോടുകൂടിയുള്ള ദൈവത്തിന്റെ കൂടാരം എന്ന വചനം നിറവേറ്റപ്പെട്ട സംഭവത്തെ ഇവിടെ പ്രത്യേകമായി അനുസ്മരിക്കുന്നു. പരിശുദ്ധാത്മാവ് ആവസിച്ച് പരിശുദ്ധ കന്യാമറിയാമിൽ ദൈവപുത്രൻ ജനിച്ചതിനെ പ്രത്യേകമായി നാം ഇവിടെ അനുസ്മരിക്കുന്നു. സ്വർഗവും ഭൂമിയും യോജിച്ചതിനെ, ദൈവവും മനുഷ്യനും സൃഷ്ടാവും സൃഷ്ടിയും സംയോജിച്ചതിനെ പ്രത്യേകമായി അനുസ്മരിക്കുന്ന ഗീതങ്ങളും പ്രാർത്ഥനകളിലും നാം ഇവിടെ പങ്കുചേരുന്നു. കന്യേ ദൈവ പ്രസവിത്രീ രണ്ടാമത്തെ മറയ്ക്കുള്ളിൽ അത്യന്ത പവിത്ര സ്ഥാനേ ഇതിപോലെ മുറയ്ക്കപ്പെട്ട നൽകൂടാരമതൻ ദൈവം പണ്ടേ പേരു നിനക്കേട്ടു അന്വസം താനീനാമം അമ്മനുവേ നിന്നിൽ വാണു നല്ല മരം പൊന്നിവയാരെ തീർത്തൊരു ഘട്ടകമല്ലോ നീ ബീജമതന്നെ വാനുജത്തും ദൈവത്തോടും വാണു കേടും മാലിന്യവും എന്നെ നീർമലതയിൽ ശോഭിച്ചു കനകച്ചെപ്പിയ സ്വർഗത്തിലെ അപ്പം നീയാം വാടിയുണങ്ങി തളിരീട്ടോ രഹോത്തൻ വടിയും നീയാം ദുഷ്ടതയാലെ ജീർണിച്ച് പാപം മൂലം പാഴായ മനവർഗത്തിനു തീരുകയാൻ പുതുമയവൻ കൃപയാൽ നൽകി ക്രോമക ദൈവത്വം കാണാൻ വയ്യാതെ മറഞ്ഞിടുമ്പോൾ സ്ഥലം മാനവർ പോകാൻ പാപവിമോചനമാർജിച്ചു നിന്നിൽ നിന്നെ ഗാത്രമെടുത്തൊരു ദൈവത്തെ മാതാവേ നീ വഴിയായി വന്നിച്ചിടുന്നു ഞങ്ങളെ രക്ഷിപ്പാനായി മാനവഗാത്രമെടുത്തോന മാനവവത്സലനോടമ്മേ ഞങ്ങൾക്കായി അഭ്യർത്ഥിക്കാം. ദൈവത്തിൻ ജനനീ കന്യേ മറിയാമേ മർമ്മത്തെ വീക്ഷിക്കുന്നു ആശ്ചര്യത്താൽ സ്തംഭിക്കും നമ്മൾക്കേവം ദൂരയേറ്റം തന്ന പിതാവാദൈവത്തിൻ വചനമതാകർത്താവിന്റെ ശ്രേഷ്ഠയോർത്താനാം പുണ്യം തീരായി മാമലയിൽ കൽപ്പന ജനതയ്ക്കേടുവാൻ കൂരിരുളാവി കൊടുങ്കാറ്റ് ഇവതൻ മധ്യവം നേർത്തി സംഭ്രമകരമാമിന്നലില ശൈലത്തെ മുഴുവൻ മൂടി കാഹളനാദത്താലവരെ
ഇതിലം കൊള്ളിച്ചോരിവനാ. നാം എല്ലാവരും ശരിയായി നിന്ന് ഹൃദയപൂർവ്വം താല്പര്യമായി ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ശബ്ദത്തിൽ കുറിയനായി സോനന്തായി ഏറ്റുചൊല്ലണം. തന്റെ മനുഷ്യ സ്നേഹത്താൽ സ്വയം താഴ്മപ്പെട്ട് കർഷകയുള്ളവരായ ഞങ്ങൾക്ക് തന്റെ നിറവിൽ നിന്ന് നൽകുകയും തന്നെ ബന്ധം പകരപ്പെട്ട മൂർവമെന്ന് നാമകരണം ചെയ്യപ്പെടുകയും ചെയ്ത മശിഹാ തമ്പുരാനേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധ തൈലത്താൽ ദാവീദിനെ അഭിഷേകം ചെയ്തു യഥാർത്ഥവും ആന്തരികമായ തന്റെ അഭിഷേകത്തെ അറിയിക്കുകയും ഞങ്ങളെ അഭിഷേകം ചെയ്ത മുദ്രയിട്ട് തന്റെ ആത്മാവിന്റെ ആചാരം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തരികയും ചെയ്ത ദൈവം തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ന്യായപ്രമാണ തൈലം മൂലം കൃപയാലുള്ള നീതീകരണത്തെ മുൻകുറിച്ചവരും ഓരോൻ അഭിഷേകത്താൽ സമൃദ്ധിയായ കരുണ ഞങ്ങൾക്ക് ദാനം ചെയ്യുന്നവരുമായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ന്യായപ്രമാണത്തിനടുത്ത അഭിഷേകത്തെയും അയച്ചു കളഞ്ഞിട്ട് കൃപയാൽ മൂറോൻ കൊണ്ട് ഞങ്ങളെ ആനന്ദിപ്പിച്ച കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധ റൂഹായുടെ ആഗമനം മൂലം ഓരോനെ ശുദ്ധീകരിച്ച് സഭയെ ആനന്ദിപ്പിക്കുന്നവനായ ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തന്നെ സ്വീകരിക്കുന്നവർക്ക് സ്വർഗീയ ദാനത്തിന്റെ കൃപ മൂലം ജീവന്റെ സൗരഭ്യമായി തീർന്ന കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മനുഷ്യാവതാരത്തിൽ തന്റെ സഖികളേക്കാൾ വിശിഷ്ടമായി സന്തോഷതൈലം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുകയും ഈ ആത്മീയ അഭിഷേകം ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത മശിഹാ തമ്പുരാനേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ യഥാർത്ഥ അഭിഷേകം മൂലം ദൈവാശ്രയത്തോടെയുള്ള പോരാട്ടത്തിന് ഞങ്ങളെ ഒരുക്കിയവരെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സന്തോഷതൈലത്താൽ ആത്മീയ ദീപത്തെ തെളിയിക്കുന്നവനും ന്യായപ്രമാണ തൈലത്താൽ തന്റെ മനുഷ്യാവതാരത്തെയും തന്നോടുമുള്ള ആത്മീയദാനത്തിന്റെ പരിമള വാസനയെയും മുന്നറിയിച്ചവരുമായ ദൈവം തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകം മുഴുവന്റെയും നിരത്തിനും സമാധാനത്തിനും നല്ല നിലനിൽപ്പിനും വേണ്ടിയും ഉപദ്രവങ്ങളുള്ള പട്ടക്കാരുടെ ഐക്യത്വത്തിനും പണ്ഡിതരുടെ പുകഴ്ചയ്ക്ക് വേണ്ടിയും ആത്മീയ കൃപാപൂർണമായ സമാധാന കാലങ്ങൾ ദൈവം തമ്പുരാൻ നമുക്ക് നൽകുന്നതിനു വേണ്ടിയും കോപസൂചകങ്ങളായ എല്ലാ ശിക്ഷകളും വടികളും നമ്മിൽ നിന്ന് നീക്കി